അണ്ടർസ്റ്റാൻഡിങ് ലോസ്, നമ്മുടെ നിയമങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഏകപക്ഷീയമായ അധികാര വിനിയോഗം പാടില്ല എന്ന് സമ്മതിച്ചു. അതിനാൽ അവർ ഭരണഘടനയിൽ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പലതും സ്ഥാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് ഉള്ളതായിരുന്നു. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ കഴിയില്ല. അവരുടെ മതം, ജാതി അല്ലെങ്കിൽ ലിംഗഭേദം നിയമവാഴ്ച എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ എല്ലാ നിയമങ്ങളും രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ബാധകമാണ് എന്നതാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ധനികൻ അല്ലെങ്കിൽ രാഷ്ട്രപതി പോലും നിയമത്തിന് അതീതനാകാൻ കഴിയില്ല എന്നതാണ്. ഏതെങ്കിലും കുറ്റകൃത്യം അല്ലെങ്കിൽ നിയമലംഘനത്തിന് ഒരു പ്രത്യേക ശിക്ഷയും അതിലൂടെയുള്ള വ്യക്തിയുടെ കുറ്റബോധവും സ്ഥാപിക്കാൻ ഒരു പ്രക്രിയയും ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഉണ്ട്. പുരാതന ഇന്ത്യയിൽ എണ്ണമറ്റ നിരവധി പ്രാദേശിക നിയമങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ കമ്മ്യൂണിറ്റികൾ ഈ നിയമങ്ങൾ നിർവഹിക്കുന്നതിൽ അവരുടേതായ രീതിയിലും വ്യത്യസ്ത അളവിലും സ്വയം ഭരണാധികാരം ആസ്വദിച്ചു. ചില കേസുകളിൽ വ്യക്തികളുടെ ജാതി പശ്ചാത്തലത്തെ ആശ്രയിച്ച് ലഭിക്കുന്ന ശിക്ഷ വ്യത്യാസപ്പെട്ടിരുന്നു. ഒരേ കുറ്റകൃത്യത്തിന് 2 തരം ശിക്ഷ ലഭിച്ച വ്യത്യസ്ത ജാതിക്കാരുണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാരെ കഠിനമായി ശിക്ഷിച്ചിരുന്നു. ഈ സംവിധാനം പതുക്കെ മാറാൻ തുടങ്ങി. കൊളോണിയൽ കാലഘട്ടത്തിൽ നിയമം കൂടുതൽ വികസിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ നിയമവാഴ്ച അവതരിപ്പിച്ച ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റുകളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ അവകാശവാദത്തെ പല കാരണങ്ങളാൽ ചരിത്രകാരന്മാർ എതിർക്കുന്നു. ഒന്ന്, ആദ്യം കൊളോണിയൽ നിയമം ഏകപക്ഷീയമായിരുന്നു എന്നതായിരുന്നു. രണ്ടാമത്തേത്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിയമമേഖലയുടെ വികസനത്തിൽ ഇന്ത്യൻ ദേശീയവാദികൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ്. 1870 രാജ്യദ്രോഹ നിയമമാണ് ബ്രിട്ടീഷ് നിയമത്തിൻ്റെ ആശയം. ഈ നിയമത്തിനുള്ളിൽ രാജ്യദ്രോഹം വളരെ വിശാലമായി മനസ്സിലാക്കപ്പെട്ടു. ഏതെങ്കിലും വ്യക്തി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ആ ഏകപക്ഷീയതയുടെ ഉദാഹരണം. ബ്രിട്ടീഷുകാരുടെ ഏകപക്ഷീയമായ അധികാര ഉപയോഗം ഇതിനെതിരെ ഇന്ത്യൻ ദേശീയവാദികൾ പ്രതിഷേധിക്കുകയും വിമർശിക്കുകയും ചെയ്തു തുടങ്ങി. കൂടുതൽ സമത്വത്തിനായി പോരാടുകയും അവർ അനുസരിക്കാൻ നിർബന്ധിതരായ ഒരു കൂട്ടം നിയമങ്ങളിൽ നീതിയുടെ ആശയങ്ങൾ ഉൾപ്പെടെയുള്ള നിയമം കൊണ്ടുവരാൻ ഈ ദേശീയവാദികൾ ശ്രമിക്കുകയും ചെയ്തു. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിൽ നിയമം തൊഴിൽ മേഖലയായി ഉയർന്നു വരാൻ തുടങ്ങി. അതോടെ കൊളോണിയൽ കോടതികളിൽ ഇന്ത്യക്കാർക്ക് ബഹുമാനം ലഭിക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു. ഇന്ത്യക്കാരുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അങ്ങനെ അവർ നിയമം ഉപയോഗിക്കാൻ തുടങ്ങി. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യൻ ജഡ്ജിമാരും വലിയ പങ്ക് വഹിക്കാൻ തുടങ്ങി. അതിനാൽ അവിടെ ഇന്ത്യക്കാർ പ്രധാന പങ്ക് വഹിച്ച പല വഴികളും കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമവാഴ്ചയുടെ പരിണാമത്തിലേക്ക് നയിച്ചു. ഭരണഘടനയുടെ അംഗീകാരത്തോടെ ജനങ്ങളുടെ പ്രതിനിധികൾ രാജ്യത്തിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ വർഷവും നിരവധി പുതിയ നിയമങ്ങൾ പാസാക്കുകയും നിലവിലുള്ളവ പരിഷ്കരിക്കുകയും ചെയ്യുന്നു. ഹിന്ദു പിന്തുടർച്ച ഭേദഗതി നിയമം 2005 അനുസരിച്ച് മക്കളിൽ പെൺമക്കൾക്കും അവരുടെ അമ്മമാർക്കും കുടുംബത്തിൽ സ്വത്തിന് തുല്യ പങ്കാളിത്തം ലഭിക്കുന്നു എന്നതാണ്. അതുപോലെ മലിനീകരണ നിയന്ത്രണത്തിനായും തൊഴിൽ പ്രദാനം ചെയ്യുന്നതിനായും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആളുകൾ എങ്ങനെയാണ് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് എന്ന് നോക്കിയാൽ നിയമനിർമ്മാണത്തിൽ പാർലമെന്റിന് വലിയ പങ്കുണ്ട്. അവിടെ പല വഴികളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. നിയമ നടപടികളിൽ ജനങ്ങളുടെ വ്യത്യസ്ത ആശങ്കകൾ രൂപപ്പെടുത്തുന്നതിലും പുതിയതിൻ്റെ ആവശ്യകത സ്ഥാപിക്കുന്നതിലും പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും നിയമം പാസാക്കുന്നതിൽ പാർലമെന്റിനെ സഹായിക്കുന്നതിലും പൗരന്റെ ശബ്ദം ഒരു നിർണായക ഘടകമാണ്. ഈ ശബ്ദം കേൾക്കുന്നത്
TV റിപ്പോർട്ടുകൾ, പത്രങ്ങളുടെ എഡിറ്റോറിയലുകൾ, റേഡിയോ പ്രക്ഷേപണങ്ങൾ, പ്രാദേശിക മീറ്റിങ്ങുകൾ എന്നിവയിലൂടെ ആവാം. ഇവയെല്ലാം നിയമങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ജനപ്രിയമല്ലാത്തതും വിവാദപരവുമായ നിയമങ്ങൾ എങ്ങനെയെന്നാൽ, പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ വളരെ ജനവിരുദ്ധമായി മാറുന്ന ഒരു സാഹചര്യം നോക്കാം. ചിലപ്പോൾ ഒരു നിയമം ഭരണഘടനാപരമായി സാധുതയുള്ളതും അതിനാൽ നിയമപരവുമാകാം. പക്ഷേ അതിന് ജനപ്രീതിയില്ലാത്തതും അതിൻ്റെ പിന്നിലെ ഉദ്ദേശം അന്യായമാണെന്നും ഹാനികരമാണെന്നും ആളുകൾക്ക് തോന്നിയാൽ ആ നിയമം അസ്വീകാര്യമായി ഇരിക്കുകയും ചെയ്യും. അതിനാൽ ആളുകൾ ഈ നിയമത്തെ സൂക്ഷിക്കുകയും പരസ്യമായി വിമർശിക്കുകയും ചെയ്യാം. അതിനെക്കുറിച്ച് പത്രങ്ങളിൽ എഴുതുക, മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടുക, TV വാർത്താ ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്യുക മുതലായവയിലൂടെ നമ്മുടേതുപോലെയുള്ള ജനാധിപത്യത്തിൽ പൗരന്മാർക്ക് അവരുടെ വികാരത്തെ പ്രകടിപ്പിക്കാൻ കഴിയും. കൂടാതെ പാർലമെന്റ് രൂപപ്പെടുത്തിയ അടിച്ചമർത്തൽ നിയമങ്ങൾ അംഗീകരിക്കാനുള്ള അവരുടെ മനസ്സില്ലായ്മയും പ്രകടിപ്പിക്കാൻ കഴിയുന്നു. ഒരു വലിയ സംഖ്യ ആളുകൾക്ക് ഒരു തെറ്റായ നിയമം പാസാക്കി എന്ന് അനുഭവപ്പെടാൻ തുടങ്ങുമ്പോൾ ഇത് മാറ്റാൻ പാർലമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്താനും സാധിക്കുന്നു. സ്ഥലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള വിവിധ മുനിസിപ്പൽ നിയമങ്ങൾ നമുക്ക് ഉദാഹരണമായി എടുക്കാം. മുനിസിപ്പൽ പരിധിക്കുള്ളിൽ പലപ്പോഴും തെരുവുകളിൽ നിയമവിരുദ്ധമായി വിൽപ്പന നടക്കുന്നു. ആളുകൾക്ക് നടക്കാൻ നടപ്പാതകളിൽ എളുപ്പത്തിൽ കഴിയുന്ന തരത്തിൽ പൊതുവിടം തുറന്നിടാനുള്ള നിയമങ്ങളുടെ ആവശ്യകതയെക്കുറിച്ച് ആരും തർക്കിക്കില്ല. എന്നിരുന്നാലും ഒരു വലിയ നഗരത്തിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കാര്യക്ഷമമായി കച്ചവടക്കാരും അവശ്യ സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്നുവെന്നതും ഒരാൾക്കും നിഷേധിക്കാനാവില്ല. ഇതാണ് അവരുടെ ഉപജീവന മാർഗം. അതിനാൽ നിയമം ഒരാൾക്ക് അനുകൂലമാണെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിനെ അവഗണനയായിരിക്കും ഉണ്ടാവുക. അത് വിവാദമാകുകയും സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. നിയമം ന്യായമല്ലെന്ന് കരുതുന്നവർ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കോടതിയെ സമീപിക്കാം. നിയമങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് പരിഷ്കരിക്കാനോ റദ്ദാക്കാനോ കോടതിക്ക് അധികാരമുണ്ട്.